1370 ശേഷമുള്ള 12 രാജാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്ന 4 അയ്യപ്പന്മാരുടെ ചരിത്രം. ഘോരമായ യുദ്ധമാണ്. ഏകദേശം 25 വർഷം യുദ്ധം ഉണ്ടായിരുന്നു. തുഗ്ലക്കൻ പരിഷ്കാരം എന്നൊക്കെ പേര് വരുന്ന അദ്ദേഹം വളരെ ജീനിയസ് ആയിരുന്നു. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തുഗ്ലക്ക് എന്നൊക്കെ. അപ്പോൾ യുപിയിലൊക്കെ മേത്താസ്, MAHTA, മേത്താസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ സൈന്യത്തിൽ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ മലയാളത്തിൽ മേത്തന്മാർ എന്ന് വിളിക്കുന്നത്. മേത്താസ്. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? തൻ്റെ സേനയിലെ ഒരു ഹിന്ദു ഇസ്ലാമായ ഒരാളുണ്ടായിരുന്നു, മാലിക് കാഫർ. അതായത് ലിംഗച്ഛേദം ചെയ്ത മനുഷ്യനായിരുന്നു മാലിക് കാഫർ. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ, ഈ വെപ്പാട്ടിയായ ആൾ, മലയാളി സ്ത്രീ ആയിരുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നത്. നമുക്ക് ചരിത്രപരമായ തെളിവൊന്നുമില്ല. സുന്ദരപാണ്ഡ്യൻ മധുര പിടിച്ചെടുത്തപ്പോൾ അത് വിശ്വപ്രസിദ്ധമായൊരു തമിഴ് സിനിമയ്ക്ക് കാരണമായി. മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ, MGR. പാണ്ഡ്യ രാജവംശത്തിലെ മാറവർമ്മൻ പാണ്ഡ്യൻ, അദ്ദേഹത്തെ മാറവർമ്മ കുലശേഖരൻ എന്നൊക്കെ ചിലർ മാറി വിളിക്കും. അദ്ദേഹം 1308 മരിച്ചു. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വെപ്പാട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഒരു വെപ്പാട്ടിയിലുണ്ടായ മകനുണ്ടായിരുന്നു, വീരപാണ്ഡ്യൻ. അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് യഥാർത്ഥ പട്ടമഹിഷിയിൽ, യഥാർത്ഥ ഭാര്യയിലൊരു മകനുണ്ടായിരുന്നു, സുന്ദരപാണ്ഡ്യൻ. സുന്ദരപാണ്ഡ്യനാണ് മൂത്തത്, വീരപാണ്ഡ്യൻ അദ്ദേഹത്തെ ഇളയതാണ്. പക്ഷേ രാജാവിന് ഈ വെപ്പാട്ടിയിലുണ്ടായ മകനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടിയിലുണ്ടായ മകനായ വീരപാണ്ഡ്യനെ പിൻഗാമിയായി നിയമിച്ചിട്ടാണ് 1307. വിവരം അറിഞ്ഞ് സുന്ദരപാണ്ഡ്യൻ വന്നു. അദ്ദേഹം വീരപാണ്ഡ്യൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അവിടെ വന്ന് അച്ഛനെ പിടികൂടി 1308 കൊന്നിട്ട് ഭരണം അങ്ങ് പിടിച്ചെടുത്തു. ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വീരപാണ്ഡ്യൻ വിവരം അറിഞ്ഞു. വീരപാണ്ഡ്യൻ ഒരു സൈന്യവുമായിട്ട് വന്നിട്ട് ഘോരമായ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ സുന്ദരപാണ്ഡ്യൻ പരാജയപ്പെട്ടു. സുന്ദരപാണ്ഡ്യൻ അവിടെ നേരെ പോയി അലാവുദ്ദീൻ ഖിൽജിയെ കണ്ടു. അലാവുദ്ദീൻ ഖിൽജി 1290 മുതൽ 1316 വരെയാണ് ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? തൻ്റെ സേനയിലെ ഒരു ഹിന്ദു ഇസ്ലാമായ ഒരാളുണ്ടായിരുന്നു, മാലിക് കാഫർ. അദ്ദേഹത്തെ വന്ധ്യംകരിച്ച ഒരു മനുഷ്യനാണ്. യൂണക്കാണ്, പുരുഷനായിരുന്നു. അത് ലിംഗച്ഛേദം ചെയ്ത മനുഷ്യനായിരുന്നു മാലിക് കാഫർ. അദ്ദേഹം എന്ത് ചെയ്തു? മാലിക് കാഫറെ അയച്ചു. മാലിക് കാഫറിൻ്റെ കൂടെ ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈന്യം നേരെ സുന്ദരപാണ്ഡ്യൻ്റെ കൂടെ വന്നിട്ട് മധുരയെ പിടിച്ചെടുത്തു. മധുരയെ പിടിച്ചെടുത്തപ്പം വീരപാണ്ഡ്യൻ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അദ്ദേഹം നേരെ കേരളത്തിൻ്റെ തീരത്തേക്കാണ് വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ, ഈ വെപ്പാട്ടിയായ ആൾ, മലയാളി സ്ത്രീ ആയിരുന്നു എന്നാണ് സംശയിക്കപ്പെടുന്നത്. നമുക്ക് ചരിത്രപരമായ തെളിവൊന്നുമില്ല. സുന്ദരപാണ്ഡ്യൻ മധുര പിടിച്ചെടുത്തപ്പോൾ അത് വിശ്വപ്രസിദ്ധമായൊരു തമിഴ് സിനിമയ്ക്ക് കാരണമായി. മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ, MGR വേഷമിട്ട പ്രസിദ്ധമായ പടം. വീരപാണ്ഡ്യൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടായിരുന്നു ഭൂരിപക്ഷ സൈന്യം. വീരപാണ്ഡ്യൻ്റെ മുസ്ലിം പട്ടാളം കൊണ്ട് കൂടി സുന്ദരപാണ്ഡ്യൻ്റെ മുസ്ലിം പട്ടാളം കൊണ്ട് കൂടി വീരപാണ്ഡ്യനെ ഫോളോ ചെയ്തിട്ട് ശബരിമലയുടെ അടുത്ത് വെച്ചിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ഉണ്ടായ സ്ഥലമാണ് ആങ്ങമൊഴി. അംഗം അല്ലെങ്കിൽ യുദ്ധം ഒഴിഞ്ഞ സ്ഥലം, യുദ്ധം നടന്ന സ്ഥലം, ബാറ്റിൽ ഫീൽഡ് എന്നാണ് ആ വാക്കിനർത്ഥം. ആങ്ങമൊഴി, അംഗമൊഴിഞ്ഞ സ്ഥലം. ആ യുദ്ധത്തിൽ സ്റ്റെയിൽമേറ്റായിരുന്നു. അത് കഴിഞ്ഞ് പാണ്ഡ്യ സൈന്യം നേരെ വന്നിട്ട് നിലയ്ക്കൽ ആക്രമിച്ചു. നിലയ്ക്കലിലെ വലിയ കച്ചവട കേന്ദ്രങ്ങളും വീടുകളും ഒക്കെ അടിച്ച് തകർത്തു. അപ്പോൾ അവിടുത്തെ പ്രധാന വ്യവസായികൾ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികൾ നിലയ്ക്കൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. ഒരു ഭാഗം ക്രിസ്ത്യാനികൾ കാഞ്ഞിരപ്പള്ളി പോയി. അവരുടെ കുരിശുമായിട്ട് വന്നവർ നേരെ വന്നത് കടമ്പനാട്ടാണ്. കടമ്പനാട് വന്ന് അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് ഒരു ഭാഗം കായംകുളത്ത് പോയി. പിന്നെ ഒരു കൂട്ടർ വന്ന് തുമ്പോണാണ്, എൻ്റെ പൂർവ്വപിതാക്കന്മാർ താമസിച്ച എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം. അവിടെ വന്ന് താമസിച്ചു. വേറൊരു കൂട്ടർ ആറ്റിനക്കരെ പോയി വെൺമണിയിൽ താമസിച്ചു. അങ്ങനെ 32 സ്ഥലത്തോട്ടാണ് പോയത്. മെയിൻ വരവ് കടമ്പനാടാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന്
കാദംബ ബ്രാഹ്മണർ വന്ന് താമസിച്ച സ്ഥലങ്ങളെ കാദംബ വാക്കിയെടുത്ത് വിളിക്കാൻ തുടങ്ങി. കടമ്പനിട്ട, കാദംബനാട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 10-64 കാദംബ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ കാദംബ ബ്രാഹ്മിൻസ് താമസ സ്ഥലമാണ്. അവിടെ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ AD 1300 നടത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ കടമ്പനാട്ട് പള്ളിക്കാരിപ്പോൾ AD 355 വന്നു. അന്ന് ചേരന്മാരും ഇല്ല, നിലയ്ക്കൽ പട്ടണവും ഇല്ലാത്തൊരു സമയത്ത് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ചരിത്രം പറയുന്നത്. അതുപോലെ AD 1316 ഈ സംഭവം. അങ്ങനെ 12 മുതൽ 16 വരെ കാലഘട്ടം. അങ്ങനെ ഈ മാലിക് കാഫറുടെ കൂടെ വന്ന സൈന്യം, ആ സൈന്യത്തിനകത്ത് മേത്താസ് ആയിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ UP-യിലൊക്കെ മേത്താസ്, MAHTA, മേത്താസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ സൈന്യത്തിൽ. അവർക്ക് ഭൂരിപക്ഷമുള്ള സൈന്യമാണ് മാലിക് കാഫറിൻ്റെ കൂടെ വന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ മലയാളത്തിൽ മേത്തന്മാർ എന്ന് വിളിക്കുന്നത്, മേത്താസ്. ആ യുദ്ധത്തിൽ ഏതാണ്ട് സ്റ്റേൽമേറ്റായി വന്നു. അത് കഴിഞ്ഞ് സൈന്യം മുമ്പോട്ടെടുത്തു. അപ്പോൾ ഈ പാണ്ഡ്യ സൈന്യം വന്നിട്ട് ഒരു സ്ഥലത്ത് താവളം അടിച്ചു. അങ്ങനെ പാണ്ഡ്യന്മാർ താവളം അടിച്ച ആ മിലിറ്ററി ഫീൽഡ്, അതിനെ പാണ്ഡിത്താവളം എന്ന് വിളിച്ചു. ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് കാവൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലോഹായുധങ്ങൾ സൂക്ഷിച്ച് ചിലവായതുകൊണ്ട് ലോഹപ്പിടി എന്ന് വിളിച്ചു. അതിനാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ ലാഹപ്പിടി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ശബരിമലയും ചുറ്റുള്ള നിലയ്ക്കൽ, ആങ്ങമൂഴി, ലാഹപ്പിടി തുടങ്ങി 32ഓളം സ്ഥലങ്ങൾ ഈ യുദ്ധത്തിൻ്റെ പേരുകൾ വഹിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ യുദ്ധത്തിൽ വീരപാണ്ഡ്യൻ പിടിച്ചു നിന്നു കഴിഞ്ഞിട്ട് ഈ സൈന്യം തിരിച്ചു പോയി കഴിഞ്ഞ് രണ്ടാമതൊരു അറ്റാക്ക് വന്നു. രണ്ടാമത്തെ അറ്റാക്ക് വരുമ്പോൾ അവിടെ കൂടെ വന്ന അപ്പോഴത്തേക്കും ഖിൽജി രാജവംശം പോയി. ഖിൽജി രാജവംശം ആകെ 30 വർഷമേ ഭരിച്ചുള്ളൂ. 1290 മുതൽ 1320 വരെ. 1290 വന്ന ജലാലുദ്ദീൻ ഖിൽജി 6 വർഷം കഴിഞ്ഞ് കൊന്നിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി 1296 ഭരണത്തിൽ വന്നിട്ട് 1316 മരിച്ചിട്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ പിൻഗാമി 1320 പോയി. 30 വർഷമുള്ളായിരുന്നു ഖിൽജി രാജവംശം. 1320 ഭരണത്തിൽ വന്നതിൽ വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു 1324 മുതൽ 1350 വരെ ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇദ്ദേഹമാണ് തലസ്ഥാനം ദൗലത്താബാദിലോട്ട് മാറ്റുകയൊക്കെ ചെയ്ത തുഗ്ലക്കൻ പരിഷ്കാരം എന്നൊക്കെ പേര് വരുന്ന അദ്ദേഹം വളരെ ജീനിയസ് ആയിരുന്നു. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തുഗ്ലക്ക് എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന പേരിലേക്ക് എത്തിയത്. തുഗ്ലക്ക് അവിടുന്ന് ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യം വന്നിട്ട് സുന്ദരപാണ്ഡ്യനെ സഹായിച്ച് കേരളത്തിലോട്ട് വന്നു. ആ സൈന്യത്തിൻ്റെ തലവൻ ഫക്രുദ്ദീൻ പോളിഗാർ എന്ന് പറഞ്ഞൊരാളാണ്. പോളിഗാർ എന്ന് പറയുന്ന രാജവംശം ഹിന്ദു രാജവംശമാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഇസ്ലാം മതം സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഫക്രുദ്ദീൻ പോളിഗാർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സൈന്യം തുഗ്ലക്കിൻ്റെ സൈന്യത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരെ മലയാളത്തിൽ വിളിച്ച പേരാണ് തുഗ്ലക്കന്മാർ. അതാണ് മലയാളത്തിൽ മുസ്ലിമിനെ വിളിക്കുന്ന തുഗ്ലക്കൻ എന്ന വാക്കാണ് തുലുക്കനായി രൂപാന്തരപ്പെട്ടത്. ഖിൽജിയുടെ സമയത്ത് വന്നത് മേത്താസ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരെ മേത്തന്മാരെന്ന് വിളിക്കുന്നത്. ഇക്കൂട്ടത്തിൽ അവരുടെ സൈന്യത്തിൻ്റെ പ്രധാന ഭാഗം പറയന്മാരുടെ ഒരു സൈന്യ ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് അതിനെ പറയപ്പറ്റം എന്ന് വിളിച്ചു. പറയപ്പറ്റം അതാണ് ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ പറയുന്ന പറപ്പാറ്റായും വക്രപ്പുലിയും കൂടി ഞങ്ങളെ കുത്തി ഓടിച്ചു നിലയ്ക്കൽ നിന്ന് എന്നാണ്. പറയപ്പറ്റം എന്നുള്ളതാണ് പറപ്പാറ്റായി രൂപാന്തരപ്പെട്ടത്. ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ആൾ, അതാണ് വക്രപ്പുലി എന്ന് പറയുന്നു ഫക്രുദ്ദീൻ. അപ്പോൾ ഫക്രുദ്ദീൻ പോളിഗാർ വന്നപ്പോഴേ ഈ പുലി ആയിരുന്നു അവരുടെ കൊടിയാടയാളം. അതുകൊണ്ടാണ് അവനെ വക്രപ്പുലി എന്ന് വിളിക്കുന്നത്. പുലി കൊടിയാടയാളം എന്ന സൈന്യമായതുകൊണ്ടാണ്. ഇങ്ങനെ വന്ന് അവരാക്രമിച്ച് കയറി ഈ നിലയ്ക്കൽ നശിച്ചു. ഹിന്ദുക്കൾ അവിടുന്ന് ക്ഷേത്രത്തിലെല്ലാം എടുത്തുകൊണ്ട് ആറന്മുള വന്നു. ആറന്മുള ഉണ്ടായിരുന്ന ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് പാർത്ഥസാരഥി ക്ഷേത്രമാക്കി മാറ്റി. ക്രിസ്ത്യാനികൾ വന്ന് കാഞ്ഞിരപ്പള്ളി, തുമ്പമൺ, വെൺമണി, കടമ്പനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിച്ചു. അങ്ങനെ നിലയ്ക്കൽ നിന്ന് കംപ്ലീറ്റ് സെറ്റിൽ ചെയ്തു. ഈ യുദ്ധം തീർന്നപ്പോഴേക്കും ശബരിമല അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കച്ചവടക്കാർ മുഴുവൻ സ്ഥലം വിട്ടു. ഘോരമായ യുദ്ധമാണ്. ഏകദേശം 25 വർഷം യുദ്ധം ഉണ്ടായിരുന്നു. 1312 തൊട്ട് 1346 വരെ ഏതാണ്ട് 24 വർഷത്തെ അല്ലെങ്കിൽ ഒരു 30 വർഷത്തോളം യുദ്ധം ഉണ്ടായിരുന്നു. ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇഷ്ടംപോലെ ജനങ്ങൾ താമസിച്ചിരുന്ന 50ഓളം പട്ടണങ്ങളുണ്ടായിരുന്ന സമ്പൽ സമൃദ്ധമായ 18 മലകളും 14 കോട്ടകളും ഉണ്ടായിരുന്ന
ഒരു ജനവിഭാഗം അത് കംപ്ലീറ്റ് അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടുകയും സമതലങ്ങളിലേക്കും കടൽ തീരത്തേക്കും ആ ശബരിമലയിലെ ജനങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ വലിയ സാഹചര്യം ഉണ്ടായപ്പോൾ പാണ്ഡ്യദേശത്തു നിന്ന് വന്ന ആ സൈന്യത്തിൻ്റെ സുന്ദരപാണ്ഡ്യൻ്റെ കൂടെ വന്ന അയച്ച സൈന്യം 2-3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലെ ഭൂരിപക്ഷം പേരും പരാജയപ്പെട്ട് തിരിച്ചു പോയി. പക്ഷെ ഒരു ഗ്രൂപ്പ് പോയില്ല. പോകാതിരുന്ന ഗ്രൂപ്പ് പാണ്ഡ്യ സൈന്യത്തിൻ്റെ മറവ് വിഭാഗമായിരുന്നു. മറവർ എന്ന് പറയപ്പെടുന്ന മധുരൈ, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന മറവർ ഉണ്ടായിരുന്നു. ആ മറവരുടെ ഒരു ഗ്രൂപ്പ് തിരിച്ചു പോയില്ല. ആ മറവരുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ശബരിമലയുടെ മുകളിൽ കയറി കരിമല വന്നങ്ങ് സെറ്റിൽ ചെയ്തു. കരിമല വന്ന് അത് 3 പേരായിരുന്നു. ഒന്ന് ഉദയൻ, മറ്റേത് വ്യാഘ്രപാദൻ, മൂന്നാമത്തത് സിംഹബാഹു. 3 പേരും സഹോദരങ്ങളെന്ന് പറയുന്നു. അത് 3 സേനാനായകന്മാരെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പാണ്ഡ്യ സൈന്യം തിരിച്ചു പോയി. ശബരിമലയും ചുറ്റുള്ള സ്ഥലങ്ങൾ മുഴുവൻ നശിച്ചു. ജനങ്ങളെല്ലാം രക്ഷപ്പെട്ട് പല സ്ഥലത്തോട്ട്, കുറച്ച് പേര് തമിഴ്നാട്ടിലോട്ട് പോയി, കുറച്ച് പേര് കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ മേഖലയിലോട്ട് പോയി കുടിയേറി പാർത്തു. അപ്പോൾ സമ്പൽ സമൃദ്ധ ഒരു ഭൂമി, ഇഷ്ടംപോലെ പട്ടണം, ഇഷ്ടംപോലെ ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും ഒക്കെ ആയിട്ട് ഈ 3 പേർ, ഉദയൻ, വ്യാഘ്രപാദൻ, സിംഹബാഹു, ഈ 3 പേര് അവിടെ തമ്പടിച്ചു. അവർ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും വ്യാപാര സ്ഥാനങ്ങളും അവരുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ കൊള്ളയടിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. അത് AD 1346 മുതലുള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഉദയനെ നേരിടാൻ വേണ്ടി വന്ന സേനാനായകന്മാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ആ സേനാനായകന്മാരുടെ ആ സംഘം ഉദയനുമായി നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളാണ് ശ്രീ അയ്യപ്പൻ്റെ ചരിത്രവും കഥയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം. അവർ ഈ പാണ്ഡ്യാക്രമണത്തിന് ശേഷം മടങ്ങിപ്പോകാതെ ഇവിടെ നിന്ന ഒരു പിണങ്ങി നിന്നൊരു സൈന്യ വിഭാഗമാണ് മറവന്മാർ. മാറവർമ്മൻ്റെ പിൻഗാമി എൻ്റെ സൈന്യത്തിലെ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവുമായി കൂറുള്ളവരായതുകൊണ്ട് അവർ സ്വയം വിളിച്ച പേരാണ് മറവൻ എന്ന് പറയുന്നു. അതല്ല, മരുപ്രദേശത്ത് താമസിച്ചിരുന്നതായതുകൊണ്ട് മറവൻ എന്ന് വിളിച്ചു എന്ന് വേറൊരു അഭിപ്രായം. 2 അഭിപ്രായത്തിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഈ ഉദയനെ നേരിടാൻ വേണ്ടി വന്ന ആ കാലഘട്ടമാണ് ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടമാണ് ഈ ചരിത്രത്തിന് നിദാനമായ സംഭവം. അപ്പോൾ പാണ്ഡ്യന്മാർ കേരളത്തിലേക്ക് വന്നപ്പം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് തുഗ്ലക്കിൻ്റെ സൈന്യം വന്ന ശേഷം മധുര പിടിച്ചിട്ട് സുന്ദരപാണ്ഡ്യന് തിരിച്ചു കൊടുത്തില്ല. മാലിക് കാഫറും അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം വന്നു. അവർ യുദ്ധം ചെയ്തു, പറഞ്ഞ പൈസ കിട്ടിയപ്പോൾ അവരങ്ങ് തിരിച്ചുപോയി. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് മുഹമ്മദ് തുഗ്ലക്ക് വന്നപ്പം തുഗ്ലക്കിൻ്റെ സൈന്യം വന്നിട്ട് മധുരദേശം തിരിച്ച് പാണ്ഡ്യന്മാർക്ക് കൊടുത്തില്ല. തന്നെയുമല്ല, അതവർ സെപ്പറേറ്റ് ഒരു മാബാർ എന്ന് പറയുന്ന ഒരു പ്രോവിൻസാക്കി മാറ്റി. ആ പ്രോവിൻസാക്കി മാറ്റി അവിടെ ഒരു ഗവർണറെ നിയമിച്ചിരുന്നു. ആ ഗവർണറുടെ മകനാണ് പ്രസിദ്ധനായ ഇബ്നു ബത്തുത്ത എന്ന് പറയപ്പെടുന്ന യാത്രാ വിവരണം എഴുതിയ മനുഷ്യനില്ലേ, അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച ശേഷം 1371 വരെ അവർ മധുര ഭരിച്ചിരുന്നു. 50 years അവരവിടെ ഭരിച്ചിരുന്നു. അപ്പോൾ പാണ്ഡ്യന്മാർക്ക് അവിടെ രക്ഷയില്ല. പാണ്ഡ്യന്മാരെന്ത് ചെയ്തു? കേരളത്തിലേക്ക് കുടിയേറി പാർത്തു. അവരുടെ വല്യമ്മയുടെ സ്ഥലമാണ്, ഭുവനേശ്വരുടെ സ്ഥലമാണ്. അവർക്ക് അമ്മയ്ക്ക് ശ്രീധരൻ കെട്ടിയ സ്ഥലമല്ലേ. കേരളത്തിൽ വന്നിട്ട് മൂത്ത മകൻ പോയി പൂഞ്ഞാറിൽ ദത്ത് കയറി. അങ്ങനെ പൂജാർ രാജവംശം ഉണ്ടായി. മഹാനായ ഗോതവർമ്മരാജയൊക്കെ ആ കുടുംബത്തിൽ ജനിച്ചവരാണ്. എന്നാൽ അനുജൻ കോന്നിയൂർ എന്ന സ്ഥലത്ത്, കോന്നിക്കടുത്തുള്ള കോന്നിയൂർ എന്ന് താമസിച്ചിരുന്നു. കോന്നിയൂർ രാജാക്കന്മാരായി ജീവിച്ചിരുന്നു. പക്ഷേ ആ കോന്നിയൂർ ജീവിച്ചിരുന്ന അനിയൻ്റെ മകൻ, അദ്ദേഹം വന്നിട്ട് പന്തളത്തിനടുത്ത് കൊളനടയുള്ള കൈപ്പുഴ തമ്പാൻ എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏക മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ കോന്നിയൂരുണ്ടായിരുന്ന ഇളയ അനുജൻ്റെ മകൻ കൊളനടയിലെ കൈപ്പുഴ തമ്പാൻ്റെ മോളെ കല്യാണം കഴിച്ച് ദത്ത് കയറി.
ആ സമയത്ത് കുളനടയ്ക്ക് തെക്ക് ഇന്ന് നമ്മൾ പന്തളം നിൽക്കുന്ന സ്ഥലം കുറുന്തോട്ടിയൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കുറുന്തോട്ടി വളർന്നിരിക്കുന്ന സ്ഥലമാണ്. കുറുന്തോട്ടി വെച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നവരായിരുന്നു. ഇപ്പോഴും പന്തളത്ത് ജംഗ്ഷനിൽ ചെന്ന ആ പാലത്തിൻ്റെ പേര് കുറുന്തോട്ടിയൂർ പാലം എന്നാണ്. അപ്പോൾ അവരവിടെ ഒരു കുളനടയിൽ നിന്നൊരു 3 കിലോമീറ്റർ തെക്ക് വന്നിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കി. എന്നിട്ട് അതിനെ അവർ വിളിച്ചു പാണ്ഡ്യ അളം. അളമെന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ രാജ്യം, പാണ്ഡ്യന്മാരുടെ രാജ്യം. ആ പാണ്ഡ്യളം പറഞ്ഞ് പന്തളമായി മാറി. അപ്പം പന്തളം രാജാക്കന്മാർ പന്തളത്ത് വന്നത് 1370 1370 മുമ്പ് പന്തളം രാജാക്കന്മാർ ഇല്ല. അപ്പോൾ പന്തളം രാജാവുമായി ബന്ധപ്പെട്ട അയ്യപ്പന്മാരെ എടുത്തിട്ട് 3000 കൊല്ലം ത്രേതായുഗത്തിലായിരുന്നു എന്ന് പറഞ്ഞ് കുറേ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസികളൊക്കെ വിശ്വസിച്ചോ, അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഞാൻ വിശ്വാസത്തെയോ ആചാരത്തെയോ അല്ല സംസാരിക്കുന്നത്, ചരിത്രം മാത്രമാണ് സംസാരിക്കുന്നത്. 1370 ശേഷമുള്ള 12 രാജാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്ന 4 അയ്യപ്പന്മാരുടെ ചരിത്രം. അത് 4ഉം സെപ്പറേറ്റായിട്ട് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. തമ്മിലിട്ട് കുഴച്ചാൽ ആർക്കും ചരിത്രം മനസ്സിലാവില്ല.